ചെസ്സ് എന്ന് പറയുന്നത് ലോകത്തിൽ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലെയും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഉന്മേഷത്തിനും കളിക്കുന്ന ഒരു കളിയാണ് ചെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക വിശ്വനാഥൻ ആനന്ദ് എന്ന ലോകപ്രശസ്തനായ ഗ്രാൻഡ് സലാം കിട്ടിയിട്ടുള്ള വേൾഡ് ചാമ്പ്യൻ അംഗീകരിക്കപ്പെട്ട എത്രയോ കൊല്ലങ്ങളോളം വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള വിശ്വനാഥൻ. അദ്ദേഹം ഈ ചെസ് കളിച്ചിട്ട് ലോകപ്രശസ്തനായി. അദ്ദേഹത്തിന് അത്ര പ്രശസ്തിയുള്ള ഒരു ചെസ് കളിക്കാർ വേറെ ഉണ്ടെങ്കിലും ഇന്ത്യൻ ചെസ്സിന്റെ അധികായൻ വിശ്വനാഥൻ ആനന്ദാണ്. ഈ ചെസ് എന്ന കളി ഇന്നോ ഇന്നലെയോ ഉണ്ടായിട്ടുള്ളതല്ല. ഈ ചെസ് നമ്മുടെ മെമ്മറി പവർ കൂട്ടും, പ്ലാനിങ് ചെയ്യാനുള്ളത് വരും, സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യാൻ പഠിക്കും, അങ്ങനെ പലതുമുണ്ട്. കാരണം യുദ്ധതന്ത്രങ്ങളാണല്ലോ, യുദ്ധതന്ത്രങ്ങളിൽ നിന്നാണല്ലോ എല്ലാ തന്ത്രങ്ങളും ഉടലെടുക്കുന്നത്. നമ്മുടെ ബുദ്ധിപൂർവ്വത വർദ്ധിപ്പിക്കുകയും ഓർമ്മിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടുകയും അതിനെല്ലാം പുറമെ ആഹ്ലാദവും സന്തോഷവും തരുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു ദിവസം ചെസ് കളിക്കണമെന്ന് വിചാരിച്ചാൽ എതിരായിട്ട് ആളെ കിട്ടണ്ടേ? അപ്പോൾ ഒരു സോഷ്യലൈസേഷൻ സ്കിൽസും വളരും. മറ്റിപ്പോൾ 2 വിരലുകൊണ്ട് മൊബൈൽ കളിക്കുന്ന പോലെ അല്ലല്ലോ, 2 വിരലുകൊണ്ട് കളിക്കാൻ പറ്റില്ലല്ലോ. ഒരു ബോർഡ് വേണം, 16 32 കോയിൻസ് വേണം, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും വേണം. ചിലപ്പോൾ ബ്രദർ ആവാം, ഫാദർ ആവാം, ഫ്രണ്ട്സ് ആവാം, ആരുമാവാം. പക്ഷെ എന്നാലും ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടക്കുന്ന ഒരു ഗെയിമാണ് നമ്മുടെ ഈ ചെസ്. അതുകൊണ്ട് ചെസ് കളിക്കുന്നത് മനസ്സിന്റെ ആരോഗ്യത്തിനും വളരെ വളരെ നല്ലതാണ്. ഇനി ചെസ്സിന്റെ നിയമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ചെസ്സിൽ 64 കളികളാണ് ഉള്ളത്, 64 സ്ക്വയറുകളാണ് ഉള്ളത്. അതിൽ പകുതി വെളുപ്പം പകുതി കറുപ്പുമാണ്. എളുപ്പമാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈ ചതുരംഗം കണ്ടുപിടിച്ച ആൾക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്ന് അന്നത്തെ രാജാവ് തീരുമാനിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താ വേണ്ട ചോദിച്ചോളൂ, തരാം. അപ്പോൾ അയാൾ പറഞ്ഞു വളരെ സിമ്പിളായിട്ട്, ആദ്യത്തെ കളിയിൽ 1 നെന്മണി, രണ്ടാമത്തെ കളിയിൽ 2 നെന്മണി, മൂന്നാമത്തെ കളിയിൽ 4, നാലാമത്തതിൽ 8, അടുത്തതിൽ 16, അടുത്തതിൽ 32, 64, അങ്ങനെ 64 കളിയും. രാജാവ് പറഞ്ഞു, ഇതിന്റെ മക്കാറാക്കുന്നത് 64 കളിയിൽ നെൽമണി വെച്ച് എത്ര ഉണ്ടാവുക? അപ്പം അദ്ദേഹം പറഞ്ഞു ട്രൈ നോക്കൂ പറഞ്ഞു. അപ്പം എന്തുണ്ടായി, രാജാവ് ഓർഡർ കൊടുത്തു, വലിയൊരു ചതുരംഗ ബോർഡ് വരച്ചു, അത്രയും കളികൾ വരച്ചു. ആദ്യത്തെ കളിയിൽ 1 അരിമണി വെച്ചു, രണ്ടാമത്തെ 2, പിന്നത്തിൽ 4, പിന്നത്തിൽ 8, 16, 32, 64, 128, 256, 512, 512, 1024, 2048, 4096, 4000 കൂട്ടുക, 8000, 16000. ഇപ്പോഴും നമ്മൾ 9ാമത്തെ കളിയിലേക്ക് എത്തിയിട്ടുള്ളൂ. ആൾറെഡി 1 കിലോ അരി ആ കളിയിലേക്ക് മാത്രം വേണം. 10 കളി, ഇനി 54 കളികൾ ബാക്കിയുണ്ട്. അടുത്ത കളിയിൽ 2 കിലോ, 4 കിലോ, 8 കിലോ, 16 കിലോ, 32 കിലോ, 64 കിലോ, 124 കിലോ. അപ്പോഴത്തേക്കും 19ാമത്തെ കളിയിലെത്തുമ്പോഴത്തേക്കും വേണം ഒരു ചാക്ക്, 100 കിലോന്റെ ചാക്ക്, പിന്നെ 2 ചാക്ക്, അങ്ങനെ 64 എത്തുമ്പോഴത്തേക്കും അസാധ്യമാണ്. അത്രയും അരി ആ രാജ്യത്തുണ്ടാവില്ല. ഇങ്ങനൊരു കഥ ഇത് കണ്ടുപിടിച്ച ആൾക്ക് സമ്മാനമായി നൽകുകയുണ്ടായിട്ടില്ല. അദ്ദേഹം രാജാവ് തോൽവി സമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സ്വർണത്തിന്റെ ഒരു കിഴി കൊടുത്തിട്ടാണ് സന്തോഷിപ്പിച്ചപ്പെട്ടത്. ഇനി ഇതിന് നിയമങ്ങൾ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളല്ല, കുറച്ചൊരു ആലോചിക്കേണ്ട, ബുദ്ധി ഉപയോഗിക്കേണ്ട നിയമങ്ങളാണ് ഇതിനുള്ളത്. അതായത് റൂക്കിന് നേരെ പോവാം, ബിഷപ്പിന് ചെരിഞ്ഞേ പോകാൻ പറ്റുള്ളൂ, നൈറ്റിന് എൽ ഷേപ്പിലേ പോകാൻ പറ്റുള്ളൂ, ക്വീനിന് സ്ട്രേറ്റും പോവാം, ചെരിഞ്ഞും പോവാം. ഈ നിയമങ്ങളൊക്കെ നോക്കി എതിർകക്ഷികളുടെ കരുക്കളും നോക്കി അതിനൊക്കെ വാല്യുവേഷനൊക്കെ ചെയ്ത് വളരെ തന്ത്രപൂർവ്വം അടുത്ത നീക്കം എന്തായിരിക്കണം, ആ നീക്കത്തിന് മറ്റാൾ ഇന്ന നീക്കം വെച്ചാൽ അതിന് എന്ത് കൗണ്ടർ നീക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുകയും അങ്ങനെ വൃക്കുന്ന ബ്രെയിനിൽ പഠിച്ചാൽ പാഠങ്ങളൊക്കെ വേഗം മനസ്സിൽ കയറുകയും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുകയും ബുദ്ധിപൂർവ്വത വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ ചെസ്സ് ഒരു വളരെ ഗുണം ചെയ്യുന്ന ഒരു കളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ജയിക്കാം, തോൽക്കാം, സമനിലയാവാം. പക്ഷെ സമനില വളരെ വളരെ അപൂർവമാണ്. എപ്പോഴാണ് ജയിക്കുന്നത്? എതിർ കളറിലുള്ള രാജാവിനെ അനങ്ങാൻ പറ്റാണ്ടാക്കുമ്പോൾ, ചെക്ക്മേറ്റ് ആക്കുമ്പോഴാണ് കളി തീരുന്നത്. അപ്പം ജയിച്ചാൽ ജയിച്ച സന്തോഷം, തോറ്റാലോ കളിച്ചല്ലോ നന്നായിട്ട് എന്നൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റും. സമനിലയാണെങ്കിൽ അങ്ങനെയും എൻജോയ് ചെയ്യാം. അങ്ങനെ ആഹ്ലാദവും ഉന്മേഷവും
കിട്ടത്തക്ക വിധത്തിൽ നല്ല നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ചെസ്സ് കളിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മനസ്സിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക.